മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നത് തടഞ്ഞ് ചൈന. UN രക്ഷാസമിതിയിൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും കൊണ്ടുവന്ന നിർദ്ദേശം പാസ്സായില്ല. ഇതേ വിഷയത്തിൽ 4ാം തവണയാണ് ചൈന രക്ഷാസമിതിയിൽ എതിർപ്പ് ഉയർത്തുന്നത്. സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ചാണ് ചൈന തടസ്സമുയർത്തിയത്. ചൈനയുടെ നടപടി നിരാശാജനകമെന്ന് ഇന്ത്യയെ വ്യക്തമാക്കി. മസൂദിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമം തുടരുമെന്നും ഇന്ത്യ പറഞ്ഞു. പ്രമേയം പരാജയപ്പെട്ടതിൽ നിരാശയുണ്ടെന്നും എന്നാൽ രാജ്യത്തിന്റെ പൗരന്മാർക്കെതിരെ നീചമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഭീകരരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ വേദികളും ഉപയോഗപ്പെടുത്തുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ചൈനയുടെ പേരെടുത്ത് പറയാതെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത്. രക്ഷാസമിതിയിലെ ഒരംഗം എതിർത്തതിനാൽ മസൂദ് അസറിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പ്രമേയത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. പ്രമേയത്തിൽ നിലപാടറിയിക്കാൻ ഉപരോധ സമിതിയിലെ അംഗരാജ്യങ്ങൾക്ക് US 10 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം രാത്രി 12:30 അവസാനിച്ചതിനെ തുടർന്നാണ് വോട്ടെടുപ്പ് നടന്നത്. ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടിന് മാറ്റമില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിയു കാങ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2009, 2016, 2017 വർഷങ്ങളിലാണ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയത്തെ ചൈന നേരത്തെ എതിർത്തത്. മസൂദ് അസർ ആഗോള ഭീകരൻ തന്നെ. US ആഗോള പട്ടികയിൽപ്പെടുത്താനുള്ള എല്ലാ മാനദണ്ഡങ്ങളും മസൂദ് അസറിന്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടെന്നും US വ്യക്തമാക്കി. ഭീകര പട്ടിക പുതുക്കുന്നതിനെ എതിർക്കുന്നത് US-ന്റെയും ചൈനയുടെയും പ്രഖ്യാപിത താൽപര്യങ്ങൾക്ക് മേഖലയിലെ സ്ഥിരതയ്ക്കും സമാധാനത്തിനും എതിരാണെന്നും US വിദേശകാര്യ ഡെപ്യൂട്ടി വക്താവ് റോബർട്ട് പല്ലാഡിനോ പറയുന്നു. ജെയ്ഷെ മുഹമ്മദ് കഴിഞ്ഞ 18 വർഷമായി ഇന്ത്യക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന ഭീകര സംഘടനയാണ്. പലവട്ടം മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ നീക്കങ്ങൾ നടത്തിയതാണ്. എന്നാൽ അന്നൊക്കെ അത് പരാജയപ്പെട്ടു. പുൽവാമയിലെ ഭീകരാക്രമണത്തോടെ മസൂദ് അസറിനെതിരെയുള്ള നീക്കങ്ങൾ ഫലം കാണുമെന്നായിരുന്നു സൂചനകൾ. ഇത്തവണ വിജയത്തിന്റെ പടിവാതിൽക്കൽ എത്തിയതാണ് ഇന്ത്യ. എന്നാൽ അതിനെ ചൈനയാണ് ഇല്ലാതാക്കിയത്. അതേസമയം മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിനും സംഘടനയ്ക്കും എന്ത് സംഭവിക്കുമെന്നത് പ്രധാന കാര്യവുമാണ്. വിവിധ രാജ്യങ്ങൾ അദ്ദേഹത്തിനെതിരെ ഈ തീരുമാനം നടപ്പാക്കിയാൽ പാകിസ്ഥാനിലെ ഭീകരവാദത്തിന്റെ നട്ടെല്ലൊടിയുമെന്നാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.